city streets. 12:20 സമയത്താണ് ഇത്രയും തിരക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ. Tall buildings as the chemicals they take. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ വ്ലോഗ്. അപ്പോഴേ നമ്മൾ ഇന്നുള്ളത് ഇൻ്റർസിറ്റി സ്ലീപ്പർ ബസ്സിനകത്താണ് കേട്ടോ. വൈറ്റിലയിൽ നിന്ന് ബാംഗ്ലൂരേക്ക് രാത്രി യാത്രയാണ് ഞാൻ ഇപ്പോൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ കാഴ്ചകളും ഈ ബസ്സിൻ്റെ കാഴ്ചകളും പിന്നെ ബാംഗ്ലൂർ ചെന്നിട്ടുള്ള ഒരു ചെറിയ ഫുഡ് വ്ലോഗൊക്കെ ആയിട്ടാണ് ഈ വീഡിയോ നമ്മളിന്ന് പോകുന്നത്. ഈ കാണുന്നത് വൈറ്റില ജംഗ്ഷനിൽ രാത്രി കാഴ്ചയാണ് കേട്ടോ. രാത്രി 7 മണി കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ച ഇങ്ങനെയാണ്. ഒരുപാട് എണ്ണമില്ല, അത്രയും സ്ലീപ്പർ കോച്ചുകൾ ഇങ്ങനെ ബസ്സുകൾ പോയോണ്ടേ ഇരിക്കും. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് പുറത്തുനിന്ന് കാണാൻ തന്നെ. അപ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഇതിനകത്ത് ഒരു ദിവസം യാത്ര ചെയ്യണം. എൻ്റെ ആദ്യത്തെ യാത്രയാണ് കേട്ടോ ഈ ഇങ്ങനെയുള്ള സ്ലീപ്പർ വണ്ടിയുടെ അകത്തേക്ക്. അപ്പോൾ അതൊന്ന് എൻജോയ് ചെയ്യാനുള്ള ആകാംക്ഷയും ഉണ്ട്. ഞാൻ അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഈ കിടക്കുന്ന ബസ്സുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെ തന്നെ. പക്ഷേ ഞാനത് ബുക്ക് ചെയ്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു റീസൺ ഉണ്ട്. നമ്മൾ ഇൻ്റർസിറ്റി ബസ് ബുക്ക് ചെയ്തതിന് ആ റീസൺ എന്താണെന്ന് ഞാൻ ആ ബസ്സിനകത്ത് കയറിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതുകൂടി കൊണ്ടിട്ടാണ് ആ ഇൻ്റർസിറ്റി ബസ് തന്നെ ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ബസ്സിനകത്തേക്ക് കയറാം. ഞങ്ങളാണ് കേട്ടോ ആദ്യം വണ്ടിയുടെ അകത്തേക്ക് കയറിയത്. ഇവിടെ ആരുമില്ല, ഇവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ബസ്. ഇതിനകത്ത് കിടന്നുറങ്ങാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. ട്രെയിൻ പോലെ തന്നെയാണ്, AC ആണ്. പിന്നെ എല്ലാ ഫെസിലിറ്റികളും ഉണ്ട്. അവിടെ നമ്മുടെ കുറച്ച് ലഗേജുകളൊക്കെ ഇങ്ങനെ കാൽഭാഗമാണ് കേട്ടോ, കാല് വയ്ക്കുന്ന വശം അവിടെ വയ്ക്കാനുള്ള പറ്റും. ട്വിൻ ബെഡായിട്ടുള്ള ഡബിൾ ബെഡാണ് ഈ സൈഡുകളിലൊക്കെ കാണുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്നത് സിംഗിൾ ബെഡായിട്ടുള്ളത്. താഴെ സീറ്റിംഗ് ഒക്കെ ഉണ്ട്. ഞങ്ങളാണ് ഇതിനകത്ത് വന്ന് ലൈറ്റൊക്കെ ഓൺ ചെയ്യിപ്പിച്ചത്. ആരുമില്ല, ഞങ്ങളും സ്റ്റാഫും മാത്രം. 5 സ്റ്റാഫ് ഉണ്ട് ഇതിനകത്ത് മൊത്തത്തിൽ, പിന്നെ ഞങ്ങളും. അപ്പം ഏകദേശം തൃശ്ശൂരിൽ നിന്നൊക്കെയാണ് ഇനി ആളുകൾ കയറുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുവരെ ഞങ്ങളും മാത്രം. അപ്പോൾ ഇതാണ് ഡ്രൈവർ ക്യാബിനാണ്. ഞാനപ്പോൾ ഡ്രൈവർ ക്യാബിനിലേക്ക് വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് യാത്ര. പക്ഷേ അവർ പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറ്റില്ല, കാര്യം എന്തോ ക്യാമറ ഒക്കെ ഉണ്ട്, ഇവിടെ അലൗഡ് അല്ല നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞില്ല ഒരു റീസൺ ഉണ്ടെന്ന് പറഞ്ഞില്ല, ഇതാണ് ഈ വണ്ടിയുടെ അകത്ത് നമുക്കിതാ ഈ സൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് തന്നെ സെലക്ട് ചെയ്തത്. രാത്രി ഒരു ലോങ് ജേണി അല്ലേ, രാവിലെ പുലർച്ചയ്ക്കല്ലേ അവിടെ എത്തുള്ളൂ ബാംഗ്ലൂർ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാനൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ ഇങ്ങനൊരു സൗകര്യം ഉള്ളതുകൊണ്ട് ഈ വണ്ടി തന്നെ ബുക്ക് ചെയ്തു. പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് നല്ലതെന്ന് തോന്നി. പിന്നെ ഞാൻ ഈ സ്റ്റാഫിനോടൊക്കെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചിരുന്നു. ആരുമില്ല, നല്ല രസം ഇങ്ങനെ ഇരിക്കാനും കാണാനും. പിന്നെ എൻ്റെ ഒരു ഫസ്റ്റ് ട്രിപ്പും കൂടിയാണ് ഈ വണ്ടിയുടെ അകത്ത്. അപ്പം ഞാൻ ഫുള്ള് നല്ലൊരു എൻജോയ്മെൻറ്റിലാണ്. ട്രെയിനിലൊക്കെ പോകുന്ന പോലെ തന്നെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും അങ്ങനെ തന്നെ. ഇവർ ഓരോ ബോട്ടിൽ വെള്ളമൊക്കെ നമുക്ക് തരും. സ്നാക്സൊക്കെ ചില ബസ്സുകളിലുണ്ട്, പക്ഷേ ഈ ബസ്സിലില്ല. പക്ഷേ ഈ ബസ്സിൽ ഈ പറഞ്ഞൊരു ഫെസിലിറ്റി ഉണ്ട്, ഒരു ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. യാത്രയിൽ നമുക്ക് ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് പോകണമെന്ന് വെച്ചാൽ എപ്പോഴാണെന്ന് വെച്ചാൽ പോവാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ബസ് സെലക്ട് ചെയ്തത്. ഞാനങ്ങനെ സത്യം പറഞ്ഞാൽ ഇവിടെ ബെഡിൽ കയറി കേട്ടോ, മുകളിലേക്ക് കയറി. ഇവിടെ ഡബിൾ ബെഡാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതേപോലെ ബ്ലാങ്കറ്റൊക്കെ ഉണ്ട്, 2 ബ്ലാങ്കറ്റ് ഉണ്ട്, പില്ലോ ഉണ്ട്, പിന്നെ ഒരു ഹെഡ് റെസ്റ്റ് പ്ലേസ് ഉണ്ട്. നല്ലൊരു ബെഡാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ കർട്ടൻസൊക്കെ ആവശ്യത്തിന് അധികം ഉണ്ട്. പിന്നെ അതായത് മൊബൈൽ ഹോൾഡറും മൊബൈൽ ചാർജിങ് പോയിൻ്റൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. 2 പേർക്ക് യൂസ് ചെയ്യാനുള്ള 2 ചാർജിങ് പോയിൻറ്റും 2 മൊബൈൽ പോക്കറ്റൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം കർട്ടൻ ഉണ്ട് നമുക്കിവിടെ സെപ്പറേഷന് വേണ്ടി, നമ്മുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഈ കാണുന്നത് എമർജൻസി എക്സിറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളൊരു ടൂളാണ് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി പറയാൻ എനിക്കറിയില്ലായിരുന്നു, ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതാണ് അവരുടെ അടുത്ത്. അപ്പോൾ ഇങ്ങനെ മുകളിലിരുന്ന് കിടന്നും ഇരുന്നും ഒക്കെ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ അങ്ങ് പോവാം. We began to feel the fire. We rise like tall buildings as the chemicals they take. ഇതാണ് 2 പേരുടെ ഒരു ബെഡ് സ്പേസ്. നമുക്ക് കട്ടനൊക്കെ ഇട്ട് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു റൂം പോലെ തന്നെ ഇത് ആക്കിയെടുക്കാൻ പറ്റും. It's young and it's just begun. ബസ്സിൽ ബെഡിൽ കിടന്നുകൊണ്ട് നിലാവും കണ്ട് പുറത്തെ കാഴ്ചകളും കണ്ട് ഇങ്ങനെ ഈ രാത്രി മുഴുവനുള്ള യാത്ര നല്ല രസമാണ് കേട്ടോ. നന്നേ പുലർച്ചെ ബാംഗ്ലൂർ സിറ്റിയിൽ സിൽക്ക് ബോർഡ് ജംഗ്ഷനിലെത്തി. കാണുന്നതാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടൽ കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഞങ്ങൾ റൂമിലേക്ക് കയറി. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും. കോട്ടൊക്കെ ഇട്ടിട്ടൊന്നും ഒരു രക്ഷയില്ല, ഭയങ്കര തണുപ്പ്, മഞ്ഞ് മൂടി കിടക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ ബാംഗ്ലൂർ സിറ്റിയിലുള്ളത്. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ റൂം. ഒരു റൂം ഇതാണ്. പുറത്തൊരു പള്ളി, ഒരു മസ്ജിദ് പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു റൂം. പിന്നെ 2 റൂം എടുത്തു.
അപ്പം ഞങ്ങൾ 4 പേരുണ്ട്. അപ്പം 2 റൂം എടുത്തായിരുന്നു. ഒരു റൂം ഇതാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതാണ് രണ്ടാമത്തെ റൂം, ടിൻ ബെഡ് 1 റൂമാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നല്ല ഓഫറിൽ റൂം കിട്ടും കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഡീറ്റെയിൽസൊക്കെ. അപ്പോൾ വളരെ ചീപ്പായിട്ട് എനിക്ക് ഈ 2 റൂമും കൂടി കിട്ടിയായിരുന്നു. ടോയ്ലറ്റ് ആണെങ്കിൽ വാഷ്റൂമൊക്കെ അത്രയ്ക്കും നല്ലതാണ്, എല്ലാ സൗകര്യത്തോടു കൂടിയാണ്. ഞാനൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഇവിടെ തൊട്ടടുത്ത് ഒരു അമ്പലമുണ്ട്, അപ്പോൾ അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം എന്താണെങ്കിലും വെളുപ്പിനെ ചൂടുവെള്ളമൊക്കെ ഉണ്ട്, ഫുൾ ടൈം ചൂടുവെള്ളമുണ്ട്. അപ്പോൾ കുളിയൊക്കെ നടത്താമെന്ന് വിചാരിച്ചു. ഇതാ മോർണിംഗ് ആയിട്ടോ. ഇതാണ് തൊട്ടപ്പുറത്താട്ടോ ഒരു ആഞ്ജനേയ ക്ഷേത്രമാണ്. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ ഒന്ന് ഫ്രഷായി കുളിച്ച് വന്ന് അമ്പലത്തിൽ തൊഴുത് തുടങ്ങാം എന്ന് വിചാരിച്ചു. അങ്ങനത്തെ ഇവിടെ ഒരു കാളയാണോ പശുവാണോ എന്നറിയില്ല, ഡെക്കറേറ്റ് ചെയ്തൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ആളുകൾ ചില്ലറ പൈസയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനെന്തോ നേർച്ചയൊക്കെ പിന്നെ എന്തോ പഴം അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. എനിക്കറിയില്ല എന്താ ആചാരമാണെന്ന്. അപ്പം ഞാനും അമ്പലത്തിലേക്ക് കയറാം. പിന്നെ ഏത് സ്റ്റേറ്റ് ആണെങ്കിലും സംസ്കൃതത്തിൽ തന്നെ ആയിരിക്കുമല്ലോ പ്രാർത്ഥനയും ശ്ലോകവും ഒക്കെ. അപ്പോൾ പിന്നെ ദൈവമൊക്കെ ഒന്ന് തന്നെയല്ലേ. അപ്പോൾ ഞാനും പോവുകയാണ് തൊഴാൻ വേണ്ടിയിട്ട്. പുറത്ത് ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സിറ്റിയുടെ സെൻറ്ററിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. ഇത് അത്രയ്ക്കും ക്രൗഡാണ്, ഭയങ്കര ബഹളമാണ് പുറത്ത് നിന്നൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഓർക്കും ഒരു അമ്പലത്തിന് വെക്കാൻ പറ്റിയ സ്ഥലമാണോ എന്നൊക്കെ. പക്ഷേ അകത്ത് കയറിയിട്ടുണ്ടല്ലോ എൻറ്റയർലി ഡിഫറൻ്റാണ്. അത് പക്ഷേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ്, വളരെ നല്ലൊരു അമ്പലമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വിശക്കുന്നുണ്ട് കേട്ടോ സത്യത്തിൽ. അമ്പലത്തിൽ വന്ന് നല്ല ടയേർഡായി. അപ്പോൾ ഒന്ന് വിശപ്പ് അകറ്റാൻ വേണ്ടി ഒരു പ്യുവർ വെജ് ഹോട്ടലിൽ ഒന്ന് പോകണം എന്നുണ്ട്. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇതാണ് ആ സ്ഥലം, കഫേ അമുദം എന്നാണ്. ഞാൻ ഒരുപാട് ഇൻസ്റ്റയിൽ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, റിവ്യൂസൊക്കെ നോക്കി. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും, ഫുഡ് ഭയങ്കര നല്ലതാണ്, നല്ല തിരക്കാണെന്നൊക്കെ ഞാൻ കണ്ടു. എന്നാൽ പിന്നെ എന്തായാലും ഒന്ന് നോക്കണമല്ലോ തിരക്കാണെങ്കിലും. അങ്ങനെ ഞാനിതായി ഇങ്ങോട്ടേക്ക് തന്നെ വന്നു കേട്ടോ. എന്താണെങ്കിലും ഫുഡ് കഴിക്കണം, പ്യുവർ വെജ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബില്ല് പേ ചെയ്ത്, ഇതാണ് കേട്ടോ ബില്ല് എമൗണ്ട്. 2 ബില്ലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ ബില്ല് കൗണ്ടറിൽ കൊടുക്കുക. ഇവരാണ് സപ്ലയേഴ്സ്. ഇവരിവിടെ കൗണ്ടറിൽ നമുക്ക് ബില്ല് കൊടുക്കുമ്പോൾ നമ്മളുടെ ബില്ല് നോക്കി സാധനങ്ങൾ എടുത്തു തരും. ഇതിനൊക്കെ നല്ല നീണ്ട ക്യൂ ആയിരുന്നു, ഇപ്പോൾ ഇത്തിരി ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബില്ല് കൊടുത്തു. ഞങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റം വന്നു. ഗീ പൊടി തട്ടൈ ഇഡലിയും പിന്നെ ഒരു തട്ടൈ ഇഡലി വിത്ത് സാമ്പാർ, അതൊക്കെയാണ് ഇനിയുണ്ട് കേട്ടോ ഐറ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പം 2 ഐറ്റം വന്നു. ഇനി വേറെ 2 ഐറ്റത്തിന് അപ്പുറത്തെ കൗണ്ടറിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഇതുകൊണ്ട് ടേബിളിൽ ഒരു കണക്കിന് എത്തിച്ച്, ടേബിൾ കിട്ടാനും നല്ല ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കിട്ടി. ഇപ്പോൾ രണ്ടാമത്തെ കൗണ്ടറിൽ വന്നപ്പോൾ അതിലും കഷ്ടം, നല്ല തിരക്ക്. അപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് അവസാനം അതും കിട്ടി. ഇതായിരുന്നു ആ ഐറ്റം. ഇതെന്താണെന്നറിയോ? ഗാർലിക് മൈസൂർ മസാല ദോശ. ഇത് ഗാർലിക് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഞാൻ അങ്ങനെ ഒരു അഡിക്റ്റാണ് കേട്ടോ ഗാർലിക് ഫ്ലേവറിൻ്റെ. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല ക്രിസ്പിയാണ്, നോക്കിക്കേ. ഇതിൻ്റെ അകം ഈ മസാലയും പിന്നെ ചട്നി പൗഡറും പിന്നെ ഗീയൊക്കെ കൊണ്ട് അങ്ങ് പൊതിഞ്ഞ് വറുത്തെടുത്ത പോലെ എന്ന് പറഞ്ഞ പോലെയാണ് ദോശ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ തട്ട ഇഡലി. നല്ല സോഫ്റ്റാണ്, ടേസ്റ്റായിരുന്നു. ഇതുണ്ടല്ലോ ഗീ പൊടിലി തട്ട ഇഡലി, അത് നല്ല സ്വീറ്റായിരുന്നു കേട്ടോ. ഇനി ആ സ്വീറ്റ്നെസ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, എനിക്കെന്തോ ഇഷ്ടമായില്ല. അപ്പോൾ ഇതൊന്ന്, ഈ മസാല ദോശ ഒന്ന്, നല്ല ഗ്രീൻ ചട്നി ഉണ്ട്, അതിലൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ബട്ടർ അവസ്ഥയൊക്കെ ഉണ്ട്, മസാലയിൽ ഗാർലിക് ഉണ്ട്. ദോശ കുറേ ബട്ടറൊക്കെ ഇട്ടിട്ട് മൊരിച്ച് വെച്ചേക്കുന്ന ദോശ, ഭയങ്കര ക്രിസ്പിയാണ്. മൈസൂർ മസാല ദോശ അങ്ങനെ ക്രിസ്പിയാണ്, കട്ടി മസാലയിലാണ്. ഗാർലിക് ഫ്ലേവർ ഉണ്ട് മസാലയിൽ, ബട്ടറിൻ്റെ ഫ്ലേവർ ഉണ്ട്, നല്ല ടേസ്റ്റ്. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്, നല്ല മസാല കൊള്ളാം. പിന്നെ ഓവറായിട്ട് ഗീ ഉണ്ടല്ലേ, ഗീ ഇങ്ങനെ ഓവർ ഉണ്ടായിട്ടിരിക്കുന്നത്. ലാക്സ് ഓഫ് പീപ്പിളിനോടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീയൊക്കെ കളിയാക്കണ്ട വെറുതെ ചുമ്മാ. സ്ട്രോങ് കോഫിയാണ്, സ്ട്രോങ് കോഫി, നല്ല സ്ട്രോങ്. ഇടയ്ക്ക് ഇടിയപ്പം പാലും കഴിക്കണമെങ്കിൽ ഇവിടെ വന്നോട്ടാ. നല്ല തിരക്കാണ് ഇവിടെ. 12-20 സമയത്താണ് ഇത്രയും തിരക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ. ഇവിടെ ദോശ ഐറ്റം കൂടാതെ മറ്റെല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസും ഉണ്ട് കേട്ടോ, പ്യുവർ വെജ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാണ്. ഇപ്പോൾ തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ.
കാര്യം ഉച്ച ആയി വരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളായിരുന്നു, നല്ലതായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോകാം കേട്ടോ. to the city streets. ബാംഗ്ലൂർ ഫുഡ് വ്ളോഗിൻ്റെ പാർട്ട് 2 ഈ വീഡിയോയ്ക്ക് പിന്നാലെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുവരേക്കും ടാറ്റ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.